സംശുദ്ധിയുള്ള രാഷ്ട്രീയം മറ്റു സംസ്ഥാനങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ കേരള രാഷ്ട്രീയത്തിന്റെ പ്രത്യേകതയാണത്, പ്ലസ് ആണത്. അതുതന്നെയാണ് നേതാക്കൾക്കെതിരെ, രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയൊക്കെ ചെറുതെങ്കിലും ആരോപണമുണ്ടായാൽ പൊതുസമൂഹം അത് ഏറ്റെടുക്കുകയും വലിയ പ്രതിഷേധവും പ്രതികരണവും നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായതിനു പിന്നാലെ യുവ MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നതും ഇപ്പോൾ രാഹുലിന്റെ MLA സ്ഥാനം രാജിവെക്കാനായുള്ള സമ്മർദ്ദമേറുന്നതും അതിന്റെ തുടർച്ച തന്നെ. ഇതിനിടയിലാണ് ഇന്ന് സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ വായിൽ നിന്നും ഈ വാക്കുകൾ വന്നത്. യൂട്യൂബ് ചാനലുകളുടെ തംബ്നെയിലൊക്കെ നമ്മൾ കാണുന്നത് പോലെയാണ് കേരളം ഞെട്ടുമെന്ന് അദ്ദേഹം വന്നു പറഞ്ഞു പോകുന്നത്. CPM-നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ബോംബ് പൊട്ടുമെന്നും സതീശൻ പറയുന്നുണ്ട്. എന്തായാലും മണിക്കൂർ ഇത്രയായി, സമയം 7 മണി കഴിഞ്ഞു, ഇതുവരെയും ബോംബ് പൊട്ടിയിട്ടില്ല. ഇനി എപ്പോൾ പൊട്ടുമെന്നുള്ളതാണ് ചോദ്യം. CPM-നെ പോലെ BJP-ക്കുമുണ്ട് സതീശന്റെ വാണി. ഞാൻ എന്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. അധികം കളിക്കരുത് ഈ കാര്യത്തിൽ. ഞെട്ടിപ്പോവും. അല്ല, വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോവും. അത് വരുന്നുണ്ട് ഇതുമായിട്ട്. അല്ല, നോക്കും, ഇല്ല, താമസമൊന്നും വേണ്ട. ലൈംഗിക അപവാദ കേസിൽ പ്രതികളായ എത്ര പേര് മന്ത്രിമാരുണ്ട് അവരെയൊക്കെ ആദ്യം പുറത്താക്കുക. ഒരു കാളയുമായിട്ട് കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി. എല്ലാവരും ആ കാളയെ കളയരുത്, അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം. ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും BJP-ക്ക്. ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്ന് ഉണ്ടാവും. കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. അവിടെ കാളയെ ഉപേക്ഷിക്കരുത്, കാളയെ കളയരുത്, കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞയക്കരുത്. കാളയെ പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം. കാളയുടെ ആവശ്യം വരും. ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ BJP-ക്കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തി. വെയിറ്റ് ചെയ്താൽ കോഴിയും കാളയും ഒക്കെ കേരള രാഷ്ട്രീയത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി മാറുകയാണ്. കോഴികളുടെ രാജാവെന്ന് മുഖ്യമന്ത്രിയെ വിളിച്ച് ക്ലിഫ് ഹൗസിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിന് പിന്നാലെയാണ് VD സതീശൻ ഈ പ്രതികരണം ഉണ്ടായത്. അസാധാരണമായ വിധത്തിലുള്ള മുന്നറിയിപ്പൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് നൽകുന്നത്. പ്രതിരോധിക്കാനുള്ള വെറും വാക്കുകൾ മാത്രമാണോ, അതോ എന്തെങ്കിലും പൊട്ടിക്കുമോ? കോഴിയുമായുള്ള സമരം ചെയ്തതിന് പിന്നാലെ വന്ന ഈ പ്രതികരണത്തിൽ TS ഹരികൃഷ്ണയാണ് വിവരങ്ങൾ നൽകുക. ഹരി, ഇതുവരെയും നമ്മൾ ഞെട്ടിയിട്ടില്ല, എപ്പോൾ നമ്മൾ ഞെട്ടിത്തുടങ്ങും? പ്രതിരോധിക്കാനുള്ള വെറും വാക്കാണോ, അതോ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഞെട്ടാനുള്ളത്? കേരളം ഇപ്പോൾ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. MLA-യുടെ ആരോപണങ്ങൾ, അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള അത്യന്തം ഗൗരവമായിട്ടുള്ള ആരോപണങ്ങൾ കേട്ടതിന് പിന്നാലെ ഇനിയും നമ്മൾ ഞെട്ടണോ? കേരളം ഞെട്ടുന്ന വാർത്ത പുറത്തു വരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിട്ട് മണിക്കൂറുകൾ 6-7 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സമയം 7 മണി കഴിഞ്ഞു. ഉച്ചയ്ക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞതാണ്. കോഴി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് CPM-നും BJP-ക്കും നൽകിയത്. ഇനി ഏത് മേഖലയിൽ നിന്നാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏത് വിഷയവുമായി ബന്ധപ്പെട്ടു എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരുപാട് പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ട്, പല രീതിയിൽ പല ശൈലിയിൽ പ്രതിഷേധങ്ങൾ നടത്തുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് കേരളത്തിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ കണ്ടാൽ അതിൽ ഏറ്റവും മുഖ്യ കഥാപാത്രം എന്ന് പറയുന്നത് കോഴിയാണ്. കോഴിയെ മുഖ്യ കഥാപാത്രമാക്കിക്കൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്. ഇതിൽ തന്നെ ഇന്നിപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് എന്ന് പറയുന്ന CPM കോഴി ഫാം എന്ന് എഴുതിയ പ്ലക്കാർഡുകളുമായിട്ടാണ് ഇന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട് നാണം കെട്ട ഒരവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൽ തന്നെ പരമാവധി അവർ പ്രതിരോധിക്കാൻ നോക്കുന്നുണ്ട്. അത് പ്രതിഷേധങ്ങളിലൂടെയും പ്രതികരണങ്ങളിലൂടെയുമാണ് UDF പ്രതിരോധങ്ങൾ തീർക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അവർ കാണുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും തന്നെ ഇനി അടുത്ത മണിക്കൂറുകളിൽ ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എന്തായിരിക്കും ആ ബോംബ്, കേരളം ഞെട്ടുന്ന വാർത്ത എന്തായിരിക്കും എന്നുള്ളത് അറിയാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഞെട്ടാൻ നമ്മൾ കാത്തിരിക്കുന്നു. VD സതീശന്റെ മുന്നറിയിപ്പിന് മറുപടിയുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പെടുന്നതിനെ തന്നെ രംഗത്തെത്തിയിരുന്നു. ബോംബുകൾ വീണുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിലെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. കേസിനേക്കാൾ പ്രധാനപ്പെട്ട തെളിവുകൾ വന്നതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേസ് വന്നിട്ടാണ് രാജിവെക്കുന്നതെങ്കിൽ ഇപ്പോൾ രാജിവെക്കണ്ടല്ലോ, രാജിവല്ല, ഇപ്പോൾ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കേസൊന്നും വന്നില്ലല്ലോ. അപ്പോൾ കേസിനേക്കാളും പ്രധാനപ്പെട്ട തെളിവുകളാണ് വന്നത്. യഥാർത്ഥത്തിൽ ഒരു ക്രിമിനൽ മനസ്സുള്ള ഒരാളായതുകൊണ്ട് മാത്രം
രാഹുൽ രാജിവെക്കാതിരിക്കുകയാണ്. CPM ഒരു ഭയമില്ല. CPM ഒരു ഭയവുമില്ല കേട്ടോ. എന്തായാലും കേരളം ഞെട്ടുമെന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിന് മറുപടി നൽകുന്നുണ്ട് BJPയും. പ്രസ്താവന രാഹുൽ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനെന്ന് വി മുരളീധരൻ. കോൺഗ്രസ് തിരിച്ച് പ്രതിഷേധം നടത്തുമെങ്കിൽ അത് വൈകിപ്പിക്കേണ്ട എന്നും പറയുന്നു. രാഹുലിനെതിരെ ലഭിച്ച പരാതികൾക്ക് കോൺഗ്രസ് വില കൽപ്പിച്ചില്ല എന്നും വി മുരളീധരന്റെ ആരോപണം. എന്തിനാ ഇത് നാളെയാക്കുന്നു? ഇപ്പൊ തന്നെ നടത്തിക്കൂടെ? ഇതിന് 2 ദിവസത്തേക്ക് മുന്നറിയിപ്പൊന്നും തരേണ്ട കാര്യമില്ല. അല്ല, ഇതുപോലത്തെ പ്രസ്താവനകൾ കൊണ്ടൊന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ VD സതീശൻ വിചാരിച്ചാൽ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് കാളയെ കളയരുത്, കാളയെ കൊണ്ട് നടക്കണം, ഇങ്ങനത്തെ പ്രസ്താവന കൊണ്ടൊന്നും കാര്യമില്ല. അദ്ദേഹത്തിന് ഈ പീഡിപ്പിക്കപ്പെട്ട പരാതിക്കാരായിട്ടുള്ള സ്ത്രീകളെ കുറിച്ച് ഹൃദയവേദനയില്ല. അദ്ദേഹത്തിന് ഈ പീഡന വീരനായിട്ടുള്ള ആളെ കുറിച്ചാണ് ഹൃദയവേദന എന്നുള്ളതാണ്. അതാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ സംസ്കാരം. ഈ വിവരം കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ കോൺഗ്രസിന്റെ നേതൃത്വം ആ കാര്യത്തിൽ അതിന് ഒരു വിലയും കൽപ്പിച്ചില്ല എന്നാണ് ഈ പരാതിപ്പെട്ട ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു വിവരം.